നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കും. ചെറിയൊരു കംപ്ലയിൻ്റൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ നന്നാക്കി എടുക്കാൻ സാധിക്കും. പക്ഷേ പല ആളുകളും നേരെ മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്തുള്ള കംപ്ലയിൻ്റ് എന്ന് മനസ്സിലാക്കാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. അതെങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഈ ഒരു സെറ്റിങ്സ് അറിഞ്ഞു വെക്കണം. ഏതാണ് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ടെസ്റ്റ് എന്നുള്ളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ റാം യൂസിങ്ങും സ്റ്റോറേജ് യൂസിങ്ങും ബാറ്ററി യൂസിങ്ങും ഒക്കെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ടെസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സ്ക്രീന്, അതുപോലെ മൾട്ടി ടച്ച്, നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ പോയിൻ്റർ, ടച്ച് സ്ക്രീന്, നെറ്റ്വർക്ക്, ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ഫീച്ചറുകളും നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള എല്ലാ ഫീച്ചറുകളും പ്രത്യേകം കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ സ്ക്രീൻ ഭാഗം ഇതുപോലെ ടച്ച് ചെയ്ത് നമുക്ക് ഓരോ കളറിന് ചേഞ്ച് ചെയ്ത് ടച്ച് ചെയ്ത് നോക്കാൻ സാധിക്കും. ഏതെങ്കിലും കളറിന് പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേ ബാധിക്കും. അതുപോലെ തന്നെ മൾട്ടി ടച്ച് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ വിരൽ ഉപയോഗിച്ച് ടച്ച് ചെയ്യുന്ന ഭാഗത്ത് ഡബിൾ ടച്ചും അതുപോലെ 3 വിരൽ ഉപയോഗിച്ച് ഫിംഗർ ഉപയോഗിച്ച് ടച്ച് ചെയ്യുന്നതൊക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കും. ഇങ്ങനെ തുടങ്ങി നിങ്ങളുടെ മൊബൈൽ ഫോണിലെ എല്ലാ ഫീച്ചറുകളും നിങ്ങൾക്ക് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബയോമെട്രിക് ഉപയോഗിക്കുന്ന ആളുകൾ ഫിംഗർ പ്രിൻ്റ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ബയോമെട്രിക്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഫീച്ചറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.